സാമ്പത്തിക പ്രതിസന്ധിക്ക് പിന്നാലെ ഇറാനിൽ ഭരണകൂടത്തിനെതിരെ വ്യാപക പ്രക്ഷോഭം നടക്കുകയാണ്. ഇതിനിടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തിരിക്കുകയാണ് പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേയി. ഇറാനികളോട് ഐക്യം സംരക്ഷിക്കാൻ ആഹ്വാനം ചെയ്ത അദ്ദേഹം ചില കലാപകാരികൾ പൊതുമുതലുകൾ കേടുപാടുകൾ വരുത്തുന്നതിലൂടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും ആരോപിച്ചു. ട്രംപിനോട് അദ്ദേഹത്തിന്റെ രാജ്യത്തെ പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഖമനേയി ആവശ്യപ്പെട്ടു. ഇസ്ലാമിക റിപ്പബ്ലിക് അധികാരത്തിലെത്തിയത് ആദരണീയനായ ലക്ഷക്കണക്കിന് ആളുകളുടെ രക്തത്താലാണെന്നും എല്ലാവരും അത് മനസ്സിലാക്കണമെന്നും അത് അട്ടിമറിക്കാർക്ക് മുന്നിൽ പരാജയപ്പെടില്ല എന്നും ഖമനേയി പറഞ്ഞു. ടെഹ്റാനിലെ പ്രക്ഷോഭത്തെക്കുറിച്ച് പരാമർശിച്ച അദ്ദേഹം പ്രക്ഷോഭകാരികൾ ട്രംപിനെ സന്തോഷിപ്പിക്കാനാണ് നോക്കുന്നതെന്നും വിമർശിച്ചു. ട്രംപിന് ഒരു രാജ്യം എങ്ങനെ ഭരിക്കണമെന്ന് അറിയാമെങ്കിൽ അദ്ദേഹം സ്വന്തം രാജ്യം നന്നായി ഭരിക്കുമായിരുന്നു, ഖമനേയി പറഞ്ഞു. US-ൽ ധാരാളം പ്രശ്നങ്ങളുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രക്ഷോഭകരെ അടിച്ചമർത്തുന്നതിൽ ഇറാൻ സർക്കാരിനു നേരെ രൂക്ഷ വിമർശനവുമായി നേരത്തെ ട്രംപ് രംഗത്തെത്തിയിരുന്നു. പ്രക്ഷോഭകരെ കൊലപ്പെടുത്തുന്ന പക്ഷം ഇറാനെതിരെ താൻ കടുത്ത നടപടി സ്വീകരിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്. അതേസമയം ഇറാനിൽ ജനകീയ പ്രക്ഷോഭം കത്തിപ്പടരുകയാണ്. ആദ്യം ടെഹ്റാനിലും ചില നഗരങ്ങളിലും മാത്രമായിരുന്നു പ്രക്ഷോഭമെങ്കിൽ നൂറുകണക്കിന് നഗരങ്ങളിലേക്ക് പ്രക്ഷോഭം ഇപ്പോൾ വ്യാപിച്ചു. രാജ്യത്തൊട്ടാകെ ഇന്റർനെറ്റ് നിരോധിച്ചു. കൊല്ലപ്പെട്ടവരുടെ എണ്ണം 45ആയി. 2500 പേരെ കരുതൽ തടങ്കലിലാക്കി. പ്രതിഷേധക്കാരെ കൊലപ്പെടുത്തിയാൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. 1979-ൽ ഇസ്ലാമിക് ഭരണകൂടം വന്നതു മുതൽ ഇറാനുമായി ശത്രുതയിലാണ് US-ന്റെ ഇടപെടലുകളാണ് പ്രക്ഷോഭത്തിന് പിന്നിലെന്നാണ് ഇറാൻ ഭരണകൂടം ആരോപിക്കുന്നത്. ഡിസംബർ 28-ന് വിലക്കയറ്റത്തിനെതിരെ ആരംഭിച്ച സമരത്തെ കർശനമായാണ് ഇറാൻ ഭരണകൂടം നേരിട്ടത്. എന്നാൽ പ്രതിഷേധം വ്യാപിച്ചതോടെ പോലീസ് നടപടികൾ മയപ്പെടുത്തി. രാജ്യത്തെ 31 പ്രവിശ്യകളിലും പ്രതിഷേധം നടക്കുന്നതായാണ് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത്. കഴിഞ്ഞ ജൂണിലെ ഇസ്രയേൽ US ആക്രമണങ്ങളും ഇറാന്റെ ആണവ പദ്ധതി മൂലമുള്ള ഉപരോധവുമാണ് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കിയത്. ഡോളറിനെതിരെ റിയാലിന്റെ മൂല്യം പകുതിയായി കുറഞ്ഞു. പെട്രോൾ വിലവർധനയും ജനങ്ങളെ കാര്യമായി ബാധിച്ചു. ഭക്ഷണത്തിന്റെയും വീട്ടുസാധനങ്ങളുടെയും വിലക്കയറ്റത്തിനെതിരെ കടകളടച്ച വ്യാപാരികളാണ് ആദ്യം പ്രതിഷേധത്തിനിറങ്ങിയത്. പിന്നാലെ വിദ്യാർത്ഥികളും തെരുവിലിറങ്ങി. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഇറാനിലുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രക്ഷോഭമായി ഇപ്പോഴത്തെ സമരം മാറിയിട്ടുമുണ്ട്. ഇറാനിലേക്കുള്ള അത്യാവശ്യമല്ലാത്ത യാത്ര ഒഴിവാക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ ഇന്ത്യൻ പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി സ്ഥിതി നിരീക്ഷിച്ച് ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് വേണ്ട സഹായം നൽകുന്നുമുണ്ട്. ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാരെല്ലാം എംബസി രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിനിടെ മധ്യേഷ്യയിൽ യുദ്ധസന്നാഹങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് അമേരിക്ക എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇറാനെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നതായാണ് അഭ്യൂഹം. വെനസ്വലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പിടികൂടാൻ നേരത്തെ നിയോഗിക്കപ്പെട്ടിരുന്ന അതേ US ഡെൽറ്റ ഫോഴ്സ് കമാൻഡോകൾ ഇപ്പോൾ ടെഹ്റാന് സമീപം തമ്പടിച്ചുവെന്നാണ് സൂചനകൾ. US വ്യോമസേനയുടെ ഏറ്റവും വലിയ ചരക്കു വിമാനമായ C-5, C-17 വിമാനങ്ങളും യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാനായി ഉപയോഗിക്കുന്ന ടാങ്കറുകളും മധ്യേഷ്യയെ ലക്ഷ്യം വെച്ച് നീങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.